സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടിട്ടുണ്ട്. ഡവ് സോപ്പ് എന്തുകൊണ്ട് IVF യൂസ് ചെയ്യാൻ പാടില്ല. നെയിൽ പോളിഷസും പെർഫ്യൂംസും അല്ലെങ്കിൽ കോസ്മെറ്റിക് പ്രോഡക്ട്സ് അധികമായിട്ട് IVF ചെയ്യുന്നവർ യൂസ് ചെയ്യില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ദിവസം എൻ്റെ ലാബിൽ ഒരു പുതിയ സ്റ്റാഫ് ജോയിൻ ചെയ്തു. ആ കുട്ടി നെയിൽ പോളിഷ് ഇട്ടാണ് ലാബിലോട്ട് വന്നത്. അത് കണ്ടപ്പോഴേ ഞാൻ സീനിയർ സ്റ്റാഫിനെ വിളിച്ച് വഴക്ക് പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ ഈ കുട്ടിയോട് ഇവിടുത്തെ പ്രോട്ടോകോൾസ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തില്ല? കാരണം ഈ പെർഫ്യൂംസിലും നെയിൽ പോളിഷസിലും ഉള്ള കോസ്മെറ്റിക് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ കമ്പോണൻസ് നിങ്ങളുടെ ഊസൈറ്റിൻ്റെ ക്വാളിറ്റി എഫക്റ്റ് ചെയ്യും, നിങ്ങളുടെ എംബ്രിയോയുടെ ഗ്രേഡിനെ എഫക്റ്റ് ചെയ്യും. കാരണം അതിനകത്ത് വോളറ്റൈൽ കോമ്പൗണ്ട്സ് വളരെയധികം കൂടുതലാണ്. ലാബ് എന്ന് പറയുന്നത് നിങ്ങൾ IVF ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ IVF ലാബ് സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം, നമ്മൾ അവിടെ കയറാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ചെരുപ്പുണ്ട്, അതിനകത്തോട്ട് കയറുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഉടുപ്പുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സ് പോലും പെർഫ്യൂമോ അങ്ങനെ യാതൊരു കാര്യങ്ങളോ IVF ചെയ്യുന്ന ദിവസങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന സ്ട്രിക്റ്റ് റൂള് എല്ലാ സ്റ്റാൻഡേർഡ് ലാബിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം അതിനകത്തുള്ള കോമ്പോണൻസ് നിങ്ങളുടെ എംബ്രിയോയുടെ ഗ്രേഡിനെ കുറയ്ക്കാൻ വളരെയധികം സാധ്യതയുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈയിടെയായിട്ട് ഒരു സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടിട്ടുണ്ട്. ഡവ് സോപ്പ് എന്തുകൊണ്ട് IVF യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അതിനകത്ത് ഇതിനകത്ത് ബ്യൂട്ടാഡിൻ എന്ന് പറയുന്ന കോമ്പോണൻറ്റ് കൂടുതലായിട്ട് കാണിക്കുകയും ആ കോമ്പോണൻറ്റ് കൂടുതലായിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ പ്രഗ്നൻസി റേറ്റ് കുറയുന്നതും ഊസൈറ്റിൻ്റെ ക്വാളിറ്റി കുറയുന്നതും കാണാറുണ്ട്. ബ്യൂട്ടാഡിൻ മാത്രമല്ല, ബിസ്ഫെനോൾസ് അങ്ങനെയുള്ള പല കെമിക്കൽ കോമ്പൗണ്ട്സും കോസ്മെറ്റിക് പ്രൊഡക്ട്സിൽ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും IVF ചെയ്യുന്ന പേഷ്യൻസിനോട് നമ്മൾ പറയുന്നത്, നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യാതെ വേണം IVF ചെയ്യാനത്. താങ്ക് യു.